അവിഹിത കഥകൾ, പുച്ഛങ്ങൾ, അവഹേളനങ്ങൾ എല്ലാം കൊണ്ടുവാ. ഈസി പ്യാരി, ഈസി ഈസി, നിനക്കിത് പറ്റും. പ്യാരി ഉണരൂ, കൊണ്ടുവാ, ഐഡിയ കൊണ്ടുവാ. പ്യാരിയേ, പ്യാരിയേ, ഈ ചെക്കന്റെ എവിടെ പോയി കിടക്കണം? ഒരു കാര്യം ഏൽപ്പിച്ച പ്യാരിയേ, പ്യാരിയേ, എന്താച്ചാ ഞാനിവിടെ ഒരു ജോലി ചെയ്യണ കണ്ടൂടെ? എന്ത് ജോലി? എന്ത് ജോലിയാണോ നീ ചെയ്യണേ? ഞാൻ എന്റെ ബ്രെയിൻ കൊണ്ടുള്ള എക്സർസൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നോട് ഞാനൊരു പണി പറഞ്ഞല്ലേ, കാലത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരടക്കാൻ പറഞ്ഞു. ഞാൻ കരയോടക്കാനാ? അപ്പൊ എന്റെ പണി അച്ഛൻ എടുക്കുവോ? നീ എന്ത് പണിയെടുക്കണേ? അച്ഛാ, ഞാൻ എന്റെ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് ട്രോൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടേ. എന്താണ് ഈ ട്രോള്? എന്റെ അച്ഛ, പണ്ട് ഈ പീഡിയറാത്തും ബാർബർ ഷോപ്പിലും പൈപ്പിൻ ചോട്ടിലൊക്കെ ഇരുന്ന ആളുകൾ പറയൂലേ തമാശയും അധിക്ഷേപമൊക്കെ, അതിപ്പോ ഞാൻ ട്രോളായിട്ട് ഉണ്ടാക്കി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് ആളുകൾ ചിരിക്കണത്. എടാ, നീ പോയിട്ട് വില്ലേജ് ഹൗസിൽ പോയി കരടയ്ക്ക, എന്നിട്ട് വരണ വഴിക്ക് പച്ചക്കറി മേടിച്ചിട്ട് വരാ. അച്ഛ, വില്ലേജ് ഹൗസിൽ പോകാനും പച്ചക്കറി മേടിക്കാനും ഏത് ഊളക്കും പറ്റും. അതുകൊണ്ടാ എന്നോട് പറഞ്ഞു പോയി മേടിച്ചിട്ട് വാന്ന്. എന്തറിഞ്ഞിട്ടാണ് അച്ഛൻ എന്നോട് ഈ സംസാരിക്കണ? ഇത് ക്രിയേറ്റീവ് ഹെഡാണ്. ഞങ്ങള് പച്ചക്കറി മേടിക്കാനുള്ളതല്ല. നമുക്കൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് മീം ഒപ്പിച്ച് ട്രോൾ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കണം. അല്ലാതെ അച്ഛൻ പറയണോടത്ത് വീഡിയോ ഇങ്ങനെയൊക്കെ ചെയ്ത കുടുംബത്തെ എന്താ കാര്യം? കോടിക്കണക്കിന് ലൈക്കും ഷെയറും ആണ് കിട്ടണത്. ഈ ലൈക്കും ഷെയറും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലേ വില്ലേജ് ഓഫീസിലെ കരടയ്ക്കാനും പച്ചക്കറി കൊത്തി മുറിക്കാനും പറ്റുമോ? എന്താണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാണ്? നിങ്ങളുടെ മോനായത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതന്നെ ഞാനും പറയണേ, ഇങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് എന്തിനാ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ രാജ്യം മുഴുവൻ പാരിയുടെ ട്രോള് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കാര്യം ഞാൻ പറയാം, വില്ലേജ് ഹൗസ് പോയി കരടച്ച് പച്ചക്കറി മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ 3 നേരം ഞണ്ണാൻ കിട്ടില്ല ഇവിടുന്ന്. അന്നെ പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. താഴുത നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാം. കേട്ടോ, ഈ തന്തയ്ക്ക് തന്ത് പറ്റി. ചിലയിടത്ത് വില്ലേജ് ഓഫീസ്, ചിലയിടത്ത് പച്ചക്കറി. മിണ്ടാതെ സഹിക്കുകയാണ് ഞാൻ. ഇത് കൊള്ളാലോ, ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ടൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കാം. ഈ തന്തയ്ക്ക് തന്ത് പറ്റി. ആദ്യമായിട്ട് അച്ഛനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഈ മാവിൻചോട് തരക്കേടിൽ ഇവിടെ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. അടിപൊളി സാധനങ്ങൾ പോരട്ടെ. നമ്മുടെ നാടും ഈ പരിസരവും ഈ കൃഷിയെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചേ. അത് ചോദിച്ചാ പോരെ കേട്ട്. എനിക്ക് ഹിന്ദി അറിയില്ല. ഓ, അറിയില്ല അല്ലേ? എനിക്ക് കുറെ അറിയാം, പക്ഷേ ചില സമയം പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം. ബ്രഹ്മൻ സാർ, കേരളം ഇവിടുത്തെ എല്ലാരും നല്ല അച്ഛന്മാരൊക്കെ പ്രത്യേകിച്ച് നല്ലതാണ്. നമ്മളൊക്കെ പ്രായം മുതിർന്ന ആൾക്കാരല്ല, നമ്മളൊക്കെ നല്ല, നമ്മുടെ പെരുമാറ്റം നല്ലതാണല്ലോ. അച്ഛാ, हिंदी नहीं मालूम? മാളു എന്റെ മോളെ പേരാണ്. അല്ലല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലായി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയെന്നാണ് ചോദിച്ചത്. മാളു അല്ല, മണ്ടോദരി. മാളു നഹി, മണ്ടോദരി. മണ്ടോദരി. ओ नहीं बोला. आप लोग मलयालम छोड़ के हिंदी में बात करो. ചോറും കറിയും നമുക്ക് എടുക്കാം, കപ്പയും ഉണ്ട്, അതെല്ലാം നമ്മൾ കരുതുന്നുണ്ട് ഉച്ചയ്ക്ക്. हिंदी में बात करो. ഊണേ കട്ടൻ ചായയില്ലോ, പഴംപൊരി ഇല്ലേ? പഴംപൊരി ഇല്ല. എന്ത് പരിപാടിയാണ്? അതിഥികൾ വരുമ്പോ അങ്ങനെയാണ് സൽക്കരിക്കാൻ. ഉള്ളത് കൊടുക്ക. ओ काला चाय. കാലെന്നാ വിളിക്കുന്ന മന്മ കേട്ടാ. അത് വേറെന്തോ നല്ല കൊള്ളാം ചായ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. अभी नहीं है, बाद में. അവർക്ക് ചിലപ്പോ ഇനി പാൽ ചായ അല്ലാത്തോണ്ടായിരിക്കും. इधर चाय की पीनी बनाकर ऐसा होता है. പ്രസിഡന്റ് നമ്മളെ പ്രസിഡന്റ്. ओ नमस्ते जी, नमस्ते. नमस्ते. बहुत टाइम से हम लोग
इंतजार करते हैं आप लोग के लिए ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് പറയണത്. ഉണ്ട് അവർക്ക്. അതായത് നമ്മുടെ പഞ്ചായത്തിലെ കൃഷിയെ കുറിച്ച് നാട് മുഴുവനും ഫേമസ് അല്ലേ. അപ്പൊ അവർ അതിനെ കുറിച്ച് പഠിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ടീമായത്. ഓ അവര് വന്ന് എല്ലാം കണ്ടു. അവർക്ക് ഭയങ്കര ഹാപ്പിയാ. ഓക്കെ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഇന്റർവ്യൂ ഒന്നും വേണ്ട. ഒന്നുമില്ല. ഈ 2023 സാമ്പത്തിക मैडम थोड़ा हिंदी में बात करो. हम लोग कुछ समझ नहीं आते. ഓ मालूम नहीं पड़ते. മാലിന്യം അറിയില്ല, മാലിന്യ പ്ലാന്റിനെ പറ്റിയായിരിക്കും. നമ്മുടെ एक काम करो, ആ हम लोग कुछ वीडियो लेते. ഓ उधर जाके हर ग्राम पंचायत में हम लोग जाके देखा आप लोग का खेती में. ഞാൻ പറഞ്ഞ കാര്യം അവർക്ക് വീഡിയോ എടുക്കണം അത്രേ. നല്ലതാ. भाई साहब वीडियो खींचो. കടയല്ലേ? आप लोग का खेती इतना बड़ा कैसे हो गया? आप लोग का खेती हाँ। नारियल हाँ। हर चीज इतना बड़ा कैसे हो गया? सक्सेस कैसे हो गया? അതായത് ഇതൊക്കെ എങ്ങനെ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ ആയിരിക്കും. അതൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളെ രീതി പറയും മാഡം. नमस्ते. 2023 का साമ്പത്തിക पद्धति की इंक्लूड करता है कार्षिक पद्धति. देन all the ജനങ്ങൾ വിത്ത് അസ്. പിന്നെ അവർ അവർ സക്സസ് ഹേ. ഈ പദ്ധതിയിൽ 2023 കാർഷിക പദ്ധതി സക്സസ് ഹേ. ശുക്രിയ ശുക്രിയ. करो भाई. ആ क्या बोला अभी? ഓക്കെ. ഓക്കെ. नहीं मालूम, मलयालम में नहीं, हिंदी में बताओ. हिंदी में ഹലോ. മുഖ്യമന്ത്രി. ഓക്കെ സാർ. ഓക്കെ സാർ. ചീഫ് മിനിസ്റ്റർ. ഇവരെയൊക്കെ വേഗം പറഞ്ഞു വിട്. അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നത്. അത് പറയാ അവരോട്. പറയൂ. മുഖ്യമന്ത്രി കമ്മിങ് ഹിയർ. വരും ഹേ. चीफ मिनिस्टर CM വരും ഹേ. വരും. നിങ്ങൾ പോകും. സെക്യൂരിറ്റി ഗോ. चीफ मिनिस्टर हाँ। इधर देखने के लिए हाँ। वो हम लोग को जाएगा. हाँ। मैडम धन्यवाद. ശരി. നന്ദി നന്ദി. ठीक है, നമസ്തേ. ठीक है, जाओ. എന്തായിരുന്നു? ഒരു വിധം ഞാൻ പറഞ്ഞ ഒപ്പിച്ചില്ലേ? ഒരുവിധമല്ല, വളരെ നല്ല രീതിയിലാണ് മാഡം പറഞ്ഞേക്കുന്നത്. അതെ, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നല്ലേ. സ്വയം നേരാവില്ല എന്ന് തീരുമാനിച്ചാലേ പിന്നെ ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല. നേരാവില്ല. നല്ലൊരു പണി ഉണ്ടായിരുന്ന അത് കളഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പ്രാന്ത പണിക്ക് നടക്കുന്നത്. അല്ല, മെമ്പറെന്താ ഈ വഴിക്കൊക്കെ? നിങ്ങളുടെ സുഗത മറ്റേ എന്താ പേര് ഞാൻ മറന്നല്ലോ. പേരമ്മണിന്ന്. അതിന് വിറ്റു കറവ് പറ്റിയപ്പോ. അതല്ല മറ്റേ നിങ്ങളുടെ ഭാര്യ ജാനകി. ഭാര്യല്ല, മോൻ. ഒന്നും പറയണ്ട എന്റെ മെമ്പർ. എങ്ങനെ ഒരു കുരുത്തം കെട്ടുണ്ടായതിന്റെ ശേഷം എന്റെ ജീവിതം പോയി പറഞ്ഞാ മതിയല്ലോ. വട്ടാന്നാ തോന്നുന്നു. നല്ല ബുദ്ധിയുള്ള ആളാ. എന്ത്? നിങ്ങളുടെ മകനെ നല്ല ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞതാ. എന്താ മെമ്പർ ഈ പറയുന്നത്? അവനെവിടെ? അവനതാ കണ്ട ആ മാവിന്റെ ചോട്ടിലേ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കലാ പണി. ഒന്ന് കാണണം. എന്ത് വിവരമുള്ള ആളാ. അതെ മോനെ. ശരി ശരി, എന്നാ അങ്ങോട്ട് പൊക്കോ. വിവരമുള്ള ചെക്കനാ. ഈ പഞ്ചായത്ത് നിന്നൊക്കെ മെമ്പർമാര് കാണാൻ വരിക പറയുമ്പോ
ഞാനേ വില്ലേജിൽ പോയിട്ട് ഞാൻ കരടച്ചോളാം, അല്ലാതെ അവന്റെ കാര്യം നടത്തട്ടെ. ഇങ്ങനെ കണ്ടു. സത്യേട്ടാ എന്തുണ്ട്? നല്ലതാണ്. സുഖല്ലേ? സുഖം സുഖം. എന്തേ വന്ന്? അതായത് വേറൊരു വിശേഷമുണ്ട്. ഇരിക്കി എന്നാ കഴിക്ക്. വേണ്ട, ഇല്ല കഴിച്ചോ. ഇതിപ്പോ ഇതിന്റെ ഒരു പ്രസാദമാണ്. ഇത് ഓഫീസൊക്കെ ഇട്ട് പറ്റിയോ? ഇല്ല ഓഫീസ് അവിടെ വീടിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് എവിടെ നിൽക്കുമ്പോഴാണ് നല്ല ചിന്തകൾ വന്നേന്ന് അറിയൂല. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ കൊള്ള ഒരു 3 കത്തി. അപ്പൊ അതപ്പൊ തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് അങ്ങനെ രസമല്ലേ ഇത്? എന്തേ വന്നത്? നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ ഇവിടെ നമ്മുടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താപ്പത്? ഏതിന്റെ? കൃഷി ഓഫീസാ? കൃഷി ഓഫീസല്ല, കൃഷി ഓഫീസല്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതിന്റെ മൃഗാശുപത്രി അല്ല. മൃഗാശുപത്രിയുടെ ഈ മനസ്സിലായില്ലേ? മൃഗാശുപത്രിയുടെ മറ്റേ ആർച്ച് പോലത്തെ ബോർഡൊക്കെ ഉള്ളതാ? പഞ്ചായത്ത് ഓഫീസാ? പഞ്ചായത്ത് ഓഫീസില് ഒരു സംഭവം ഉണ്ടായി. എന്താ പറഞ്ഞാല് നമ്മുടെ മറ്റേ സംസ്ഥാനം ഉണ്ടല്ലോ, ഏത്? ത്രിപുര? അത് പോയല്ല. ത്രിപുരല്ല, മറ്റേ ഈ ഇതൊക്കെ പറയണേ, എന്താ ഇനി പറയാ? അത് മനസ്സിലായില്ലേ നിനക്ക്? മറ്റേ ഈ തമിഴ്നാടായിരിക്കും. തമിഴ്നാടല്ല, തമിഴ്നാട്ടിലെ എവിടെയാണ് ഹിന്ദിയൊക്കെ പറയണേ? ഹിന്ദി പറ ഡൽഹി അല്ല. അതിന് പകരം വേറൊരു ഹിന്ദി പറയണ സംസ്ഥാനം. ഹിന്ദി കുറെ സംസ്ഥാനം പറയാം. മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രന്ന് ഒരു കൂട്ടര് നമ്മുടെ ഇവിടുത്തെ മറ്റേ ഈ ഇതുണ്ടല്ലോ, എന്താ പറയാ, നമ്മുടെ ഈ ഭക്ഷണം. എന്ത് പറയാനാണ് സത്യേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ആലോചിച്ചത് മുഴുവൻ പോയല്ല. അതല്ലടാ, നമ്മുടെ ഈ എന്താ പറയാ, നിനക്ക് മനസ്സിലായത്? ഇല്ലെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ പാടല്ലേ, പാടം. അപ്പൊ ഈ പാടത്തൊക്കെ നോക്കൂത്തിയല്ലോ, പാടത്ത് കൃഷി. നമ്മുടെ ഈ കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു കൂട്ടർ വന്നു, പഞ്ചായത്തിൽ വന്നു. ആ മഹാരാഷ്ട്രക്കാരും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒരു പേര് പറഞ്ഞല്ലോ, പ്രസിഡന്റ് മണ്ഡോദരിയും ഈ മഹാരാഷ്ട്രക്കാരും തമ്മില്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. അതറിഞ്ഞില്ലേ? ഇല്ല. അല്ലേ, എന്തോരം ആളുകൾ ഇവിടെ ഉണ്ട് ഈ മഹാരാഷ്ട്ര കൂടിയൊക്കെ. എന്തിന് കാര്യത്തിന്? എന്താണ് ഉണ്ടായത്? അല്ല, അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഭാഷ മലയാളം. അപ്പൊ അവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദിയിൽ പറഞ്ഞു തുടങ്ങി. അവർക്ക് അത് ഹിന്ദിയിൽ മനസ്സിലായില്ലോ ഒന്നും അറിഞ്ഞില്ല. എന്നിട്ട് അത് മലയാളവും ഹിന്ദി അല്ലാത്ത എന്തോ ഒന്നായി മാറി. അതിന്റെ ഒരു വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് ഒരു ട്രോൾ ഉണ്ടാക്കണം. അത്രേ ഉള്ളു കാര്യം. എന്നാ സത്യേട്ടൻ ഒരു ഇറക്ക് വെള്ളം കുടിക്കും. ഞാൻ പേടിച്ചു പോയി ഇത് പറഞ്ഞുണ്ടാക്കിയ. ചില സമയത്ത് എല്ലാം കൂടെ ഒരു വിച്ചിട്ട് വരും, അല്ലെങ്കിൽ ചെറിയൊരു വീക്ക് ഉണ്ടാകാണ്. ഇല്ല, അതൊന്നുമില്ല, എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാലോ. പിന്നെ ആ വീഡിയോ സത്യേട്ടൻ എന്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പണി. നാളെ നേരം വെളുക്കണത് മണ്ടുവിനെതിരെയുള്ള ട്രോള് കണികൊണ്ടുണ്ടായിരിക്കുള്ളൂ നമ്മുടെ പഞ്ചായത്ത്. നമസ്തേ. 2023 का സാമ്പത്തിക പദ്ധതി പദ്ധതിക്ക് ഇൻക്ലൂഡ് പദ്ധതിക്ക് ഇൻക്ലൂഡ് करता है. क्या मद्यपान है? हाफ बोतल क्या फुल बोतल? क्या हाफ बोतल क्या फुल बोतल? കാർഷിക പദ്ധതി. Then all the ജനങ്ങൾ all the ജനങ്ങൾ with us.
മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. പിന്നെ അവർ മുജേ മാലു, അയ്യോ അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. അവർ സക്സസ് മതി മതി നിർത്ത്. ഉണ്ണി അതൊന്നും നിർത്തുണ്ണി. ഞാൻ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ലക്ഷങ്ങൾ ആൾക്കാരെ കണ്ടോണ്ടിരിക്കുന്നു. ഇതെന്ത് ഭാഷയാണ്? ഹിന്ദിയാണ്. ഇപ്പോ പ്രസിഡന്റ് അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞല്ലോ. അല്ല, അത് സംഭവം ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി പിന്നെ അന്യനാട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പ്രസിഡന്റിനെ ധിക്കരിച്ച് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റേനി? ചെയ്യാം. ഈ ഷെയർ ചെയ്ത് എല്ലാരും പിടിച്ച് നമുക്ക് 4 കൊടുക്കാം. ലക്ഷക്കണക്കിന് ആളെ എന്റെ ഉണ്ണി ചുമ്മാ വീട്ടിൽ പറയല്ലേ. ഇന്ന് രാവിലെ ആയപ്പോ തന്നെ ഏതാണ്ട് 4 ലക്ഷം ഷെയർ പോയി കഴിഞ്ഞു. 4 ലക്ഷം പേര് കണ്ടോ? അത് രാവിലത്തേത് മാഡം. ഇപ്പൊ ഉച്ചയോട് കൂടി ഒരു 50,000 കൂടെ എന്തായാലും കടന്നിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഒരു 5 ലക്ഷം ഇതായിട്ടുണ്ടാവും. ഞാനത് ആലോചിച്ചിട്ടേ നമുക്ക് നമ്മുടെ മണ്ഡലം പ്രസിഡന്റിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വിദഗ്ധമായ ഒരു ഉപദേശം തേടാം. എന്താണ് ആലാക്കിന്റെ പേര്? ട്രോള്. ഒന്ന് തുമ്മിയ ട്രോളാണ് പോടെ. ആത്മാർത്ഥം തുമ്മാൻ പറ്റൂല. ട്രോള് തടഞ്ഞ് നടക്കാൻ പറ്റാണ്ട് വയ്യായിക്കണത്. നമ്മുടെ പാർട്ടിക്ക് സീണാവത്. അതെ, മണ്ടോദരി മാഡത്തിന്റെ പ്രസംഗം തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് നമ്മൾ ശക്തമായിട്ട് നേരിടണം മന്മതാ. എനിക്ക് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് നമ്മൾ ശക്തമായിട്ട് നേരിടും. അതിനാണ് ഇപ്പൊ നമ്മൾ പദ്ധതി ഉണ്ടാക്കണേ. ഇജ്ജെന്താ പറയാൻ പോയത്? അതെ, ഞാനൊരു കാര്യം പറയാം. ട്രോളിനെ ട്രോള് കൊണ്ട് എടുക്കുക. മുള്ളിന് മുള്ളുണ്ടല്ലോ എടുക്കല്. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് ഈ സത്യശീലൻ എന്ന് പറയുന്ന ആള് മണ്ടോലി മേഡത്തിന്റെ വായിന്ന് വീണ ആ വാക്കിനെ പിടിച്ചാണല്ലോ ട്രോൾ ചെയ്യിപ്പിച്ചേക്കുന്നത്. തിരിച്ച് നമ്മളും അതുപോലെ തന്നെ അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അയാളുടെ വായിന്ന് വീണ ആ സംഭവം പിടിച്ചിട്ട് നമ്മളൊരു ട്രോൾ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അല്ല, ഇതിപ്പോ ആര് ചെയ്യും മന്മത? അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാൾ എന്റെ ഉണ്ട്. ആര്? അതൊക്കെ ഉണ്ട് പ്രസിഡന്റ്. അത് മതി. നല്ല തറവാട്ടി പറഞ്ഞ ചെക്കന്മാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക്, വായിക്കേ. അതിനകത്ത് വായിക്കാൻ യുവാവ് പോലും ഇല്ല. പിന്നെയല്ലേ തറവാട്ടി പറഞ്ഞത്? എല്ലാം യുവതി മാത്രമേ ഉള്ളൂ. കുറെ പെണ്ണുങ്ങളുണ്ട് കല്യാണം കഴിക്കും. യുവതികളെ ആർക്ക് വേണം? അച്ഛനൊന്നുകൂടി കെട്ടിക്കട്ടെ. നിന്റെ അമ്മയോട് ചോദിക്കും. അയ്യോ, ഒന്ന് കെട്ടിയത് തന്നെ ഇവിടെ മതിയായിരിക്കാണ്. അപ്പൊ അറിയാം. എന്നിട്ടാണ് എന്നെ കെട്ടിക്കാൻ നോക്കുന്നത്. എന്റെ ഭാര്യനെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല, അതൊക്കെ പോട്ടെ. എന്നെ കെട്ടിക്കണൊക്കെ മാറ്റി വെക്ക്. അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നു? ഞാൻ ഗുളിയെല്ലാം കഴിച്ചു. ഇന്നലത്തെ കാര്യമല്ല, ഇന്നത്തെ കാര്യം ചോദിച്ചത്. എന്റെ കുട്ടി, ഞാൻ ഇന്നത്തെ ഗുളിയും കഴിച്ചു. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടിരിക്കുക. ഞാൻ ഉടനെ കൃത്യമായിട്ട് ചെയ്തോ? അല്ല, ഇതേ ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചതാ. അപ്പോഴേക്കാണ് നിന്റെ മാമന്റെ ഫോൺ വന്നത്. അപ്പൊ അതിൽ ഞാൻ മറന്നുപോയി. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? കൃത്യമായിട്ട് മരുന്ന് കഴിക്കണമെന്ന്. ഓ, കഴിക്കാവേ. ഇതിപ്പോ ഇന്ന് ഒരു പ്രാവശ്യത്തിന് ഇങ്ങനെ ചെക്കപ്പിന് ചെല്ലുമ്പോ നല്ല വഴക്ക് കിട്ടിക്കോളും. അതാണ്. അല്ല, ഇപ്പൊ ഈ ഗുളിക കഴിച്ചോണ്ട് കാര്യമില്ലല്ലോ. ബൈപ്പാസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കണേ. ബൈപ്പാസ് ചെയ്യണം. പൈസ വേണ്ടേ? ഞാനിപ്പോ അതല്ല ഓർക്കണത്. എവിടെ ആരുടെയെങ്കിലും കൂടെ കൈപിടിച്ചു വിടണ്ടേ? എന്റെ അച്ഛ, എന്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആരുടെയെങ്കിലും കൈപിടിച്ച് പോക്കോളാം. എന്താടി? ആരുടെയെങ്കിലും കൈപിടിച്ച് പോവാന്നോ? ഏയ്, എന്റെ മണ്ടു, അവളൊരു തമാശ പറഞ്ഞല്ലേ. ആ തമാശ ഒന്നും ഇവിടെ വേണ്ട. അയ്യോ, എന്റെ കുട്ടി അങ്ങനെ ഒന്നും പോവില്ല. ഞാനങ്ങനെ ആലോചിക്കായിരുന്നു മണ്ടു. നമുക്ക് ഈ വീടും പറമ്പും കൂടെ വിലയ്ക്കും കൂടെ വിറ്റാലോ? അപ്പോ നമുക്ക് സർജറി നടത്താം, എവിടെ കല്യാണം നടത്താം. ബാക്കി കാശിന് നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് സ്ഥലവും മേടിക്കാം. വരി. എന്താ മൂന്നാളും പാടെ മീറ്റിംഗ് കൂടണേ?
അല്ലാ മോളവിടെ ഇരുന്നോളി. അല്ലല്ല ഇരിക്കി ഇരിക്കി. അല്ല കോയക്ക നിങ്ങൾ ഈ വെയിലത്ത് കുട പിടിക്കാണ്ട് ഇതിങ്ങനെ കുത്തി മടക്കി നടന്നിട്ട് കാര്യണ്ടാ? അല്ല ഞാനേ ഇതിപ്പോ വെയിൽ കൊള്ളാത്തതിന് മാത്രല്ല ഇതൊരു ബല. അല്ലേ കോയക്കയ്ക്ക് ചായ ആ എടുത്ത് ചായ. ഒന്നും കൊടുക്കണ്ട, ഒരു സാധനം വെക്കണ്ട. ഞാനേ കുടുംബത്തിന്ന് ഇറങ്ങുമ്പോ ഒരെണ്ണം കഴിച്ച്, പിന്നെ പോരണ കഴിക്കാൻ നമ്മുടെ മധുവിന്റെ ചായപ്പിടിയെന്നൊരു ചായ അവിടുന്ന് കുടിച്ചു. ആ ആ ഭാര്യയുടെ നല്ല ചായ കുടിച്ചിട്ട് പിന്നെന്തിനാ ചായക്കടയിൽ പോയി കുടിക്കണേ? അതിപ്പോ എന്താച്ചാലേ ചായപ്പീടിയെന്നൊരു ചായ ഒരു കടിയൊക്കെ കഴിക്കണത് ഒരു ഹര. അതൊന്നും അല്ല പണ്ടു. അത് ചായപ്പീടികയിൽ കുറെ കൂട്ടുകാരുണ്ട്, അവരോടൊന്ന് കൊതിയെന്നുണയൊക്കെ പറഞ്ഞിട്ടേ കോയ. അല്ലേ മധുവിന്റെ ചായക്കടയില് കടിയൊക്കെ എങ്ങനെയുണ്ട്, പലഹാരങ്ങളൊക്കെ? ലാഭാഹം എടുക്കാനാണല്ലോ. അത് ഓർക്കുമ്പോ വായില് വെള്ളം ഉറുക. എനിക്ക് കഴിക്കാൻ പാടില്ലല്ലോ, എനിക്കൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അതെ ബൈപ്പാസ് കഴിഞ്ഞാ ഒരെണ്ണൊക്കെ കഴിക്കാതൊക്കെ. അല്ല അതേത് ഡോക്ടറെ പറഞ്ഞത്? ഡോക്ടറല്ല, അല്ല അങ്ങനെ പൊതുവെ നമ്മള് നാട്ടുകാര് പറയുമല്ലോ. ആ നാട്ടുകാര് പറയണമെന്ന് അച്ഛൻ കേക്കണ്ട കേട്ടോ, അച്ഛനൊന്നും കഴിക്കണ്ട. കഴിക്കണ്ട. ഞാനെന്താ വെച്ചാല് ആ ബൈപ്പാസ് വേണമെങ്കിൽ വേഗം ചെയ്തോട്ടെ വെച്ചിട്ട് പറഞ്ഞാണ് മോളെ. ഞങ്ങൾ അതിനെ കുറിച്ച് തന്നെ കോയൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. അതായത് ഈ ബൈപ്പാസ് നടത്തണം, പിന്നെ ഉള്ള കല്യാണം നടത്തണമല്ലോ. അപ്പൊ ഈ വീടും സ്ഥലവും എല്ലാം കൂടെ ഒരു വിലക്ക് അങ്ങോട്ട് വിറ്റാലോ എന്ന് ആലോചിക്കുക. അത് അങ്ങനെ വേണോ പെട്ടെന്ന്? അല്ല എല്ലാം ഒന്ന് ശരിയായി വരണമെങ്കിൽ അത് നടത്തിയേ പറ്റുള്ളൂ. എന്നിട്ട് എവിടെയെങ്കിലും മാറിയിട്ട് കുറച്ച് സ്ഥലവും വീടും ഇച്ചിരി പട്ടിക്കാട്ടിലോട്ടായാലും കുഴപ്പമില്ല, ഒരു 5 സെന്റ് സ്ഥലമായിട്ട് ബാക്കിയിൽ അങ്ങനെ ഒതുങ്ങാന്ന്. അങ്ങനെയൊന്നും നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ശരിയാവോ? എന്താ ഈ പറയണത്? അല്ല കോയക്ക, അല്ല അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ എവിടെയെങ്കിലും നമ്മുടെ ഇവിടെ തന്നെ നോക്കാം, കൊടുക്കണം തന്നെയാണ് വെച്ചാല്. ഈ കൊളയിൽ പെട്ടതാ? പിന്നല്ലാണ്ട് കൊളാക്കാഞ്ഞാ മതി. അത് ഞാൻ ഈ വസ്തു വാങ്ങുമ്പോഴേ ആ കുളം ഇവിടെ ഉണ്ട്. കൃഷിക്കെല്ലാം വെള്ളം എടുക്കണം അതിൽ നിന്നാണ്. ഈ തെങ്ങ് ഞാൻ എണ്ണിയ നേരത്തെ പോകുമ്പോ ഈ തെങ്ങ് എണ്ണീല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം കോയക്കായി? ഒന്നുകൂടി എണ്ണിക്കോട്ടെ, എണ്ണം കൂടുന്നല്ലോ. അതിനിപ്പോ എനിക്കെന്താ? ഒഴുകൊക്കെ നക്ഷത്രം എടുക്കണ്ട. ഇതിപ്പോ അത് പുളിയുറുമ്പോ അത് ബെരന്നല്ല പടച്ചോന്റെ കാര്യമൊന്നും വേണ്ട. അതല്ല, ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട് ഇപ്പോ? ഇത് 27 സെന്റ് സ്ഥലമാണ്. എത്ര സെന്റിന് പറയുന്നു? സെന്റിന് ഇപ്പോ 4 ഉറുപ്പ്യൊക്കെ ഇപ്പൊ ഇവിടെ വില ഉണ്ട്. ഇപ്പൊ ഇവരുടെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ കാരണം ഒരു 3 ഉറുപ്പ്യ കിട്ടിയാ കൊടുക്കും. 4 ഉറുപ്പ്യ? 4 ലക്ഷം? 4 ലക്ഷം? ആ ഇവിടെയാ? ഇവിടെ വെച്ചാ പിന്നെ വേറെ സ്ഥലങ്ങൾക്ക് വരാൻ പറ്റും. ഇവിടെ കാണിച്ചിട്ട് ഇവിടെ 4 ലക്ഷം ഒന്നും ഉണ്ടാവില്ല. ഇവിടെ 4 ലക്ഷം ഉണ്ട്. പിന്നെ ഇപ്പൊ അത് വേണ്ട, 3 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാ കൊടുക്കാന്ന പോവാൻ പറയണ കുറച്ച് ആവശ്യം ഉണ്ടാവോണ്ടാണ്. അപ്പൊ 3 ലക്ഷത്തിന് എത്ര പൈസ? 3 ലക്ഷം ആകുമ്പോ 27 പറയുമ്പോ 3, 2, 6, 21, 51 ഉറുപ്പ്യ വരും. 81 ലക്ഷം? ആ എന്താ നിങ്ങള് 1 കോടിന്ന് കേട്ടപ്പോ നിങ്ങള് മരിക്കല്ലോ. എന്നാ ഞാനൊരു വില പറയട്ടാ. അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. 30 ലക്ഷം അങ്ങോട്ട് തരാം. നടക്കോ? ഏത് സെന്റ്? മേത്ത് കേക്കണ സെന്റാ? അല്ല എന്താ നിങ്ങള് പറഞ്ഞത്? ഒരു സ്ഥലല്ലേ ഇത്? എന്നാ 35. അത് നടക്കുവാ? നടക്കൂല, ഇരിക്കും. അങ്ങടെ കായ് ഇങ്ങടെ മണിക്കൂത്തിൽ ഇരിക്കും. അല്ല കള്ളന്മാരും കൊണ്ടുപോകാണ്ട് ചോദിക്കാളി. അല്ലാണ്ട് എന്താ എന്നാ 40. ഒന്നും പറയണ്ട ഇങ്ങോട്ട്. 40 ഞങ്ങളേ നടക്കൂലേ? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇന്നും ആലോചിക്കാനില്ല. ആലോചിച്ചിട്ട് പറയാം. എന്നാ 45. അതിൽ കൂടുതൽ 1 ഉറുപ്പ്യ തരൂല. ഈ കച്ചവടമായിക്കോ. അഡ്വാൻസ് ഇപ്പൊ പിടിച്ചോ. എന്താക്കുന്നു? കോയക്ക, നമ്മള് വസ്തു കൊടുക്കണ്ടെന്ന് പറഞ്ഞാലേ. അതെ ആലോചിച്ചിട്ട് പറയണ്ട് രാഘവ. അത് ഇജിപ്പൊ പോയിക്കോ. ആലോചിച്ച് കുത്തിയിരിക്കൂല. എന്ത് ജാതി മനുഷ്യനാണ് ഇയാള്? കന്നാലി കച്ചവടത്തിന് വന്നതാണ് കോയക്ക. നോക്കിയിട്ട് കാര്യം. ഇവരൊക്കെ ബ്രോക്കർമാരാണ്. അവരങ്ങനെ നമ്മുടെ 45-ന് വാങ്ങിയിട്ട് 90-ന് കൊടുക്കും അവര്. 90-നോ? പിന്നെ അല്ലാണ്ട് അവരൊക്കെ ആ ജാതി കച്ചവടക്കാരാണ്. അത് കുഴപ്പമില്ല, നമുക്ക് വേറൊരാളെ കണ്ടെത്താം. വേറൊരു ബ്രോക്കർ ഉണ്ട്, അതൊന്ന് നോക്കട്ടെ. ഹലോ. പറഞ്ഞോളൂ. പത്തനംതിട്ടയിൽ നമുക്ക് സ്ഥലം ഉണ്ടല്ലോ. അവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ പത്തനംതിട്ടയ്ക്ക് വിട്ടോ. ഞാൻ അവിടെ ആളുകളുണ്ട്, ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കാം കേട്ടോളേ. പാലക്കാടോ?
പാലക്കാട് അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുണ്ട്. കൊഴിഞ്ഞാമ്പാറ പാറയിൽ ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നിങ്ങൾ ആദ്യം സ്ഥലം വന്ന് നോക്ക്, എന്നിട്ട് ഏതാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അത് എടുത്താൽ മതിയല്ലോ. പിന്നെന്താ 4 സ്കൂൾ തുടങ്ങാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ ആയിക്കോട്ടെ. എന്താണ് അല്ലെ ഞങ്ങൾ അവിടെ മഴ പെയ്തപ്പോഴേ നിൽക്കാൻ ഒരു സ്ഥലമില്ല, അപ്പൊ ഇങ്ങോട്ട് കയറിയിരുന്നതാ. അദ്ദേഹം തമാശ പറഞ്ഞതാ. അല്ലാണ്ട് ഇവിടെ എന്തിനാ വരുന്നത്? ഇവിടെ സ്ഥലത്തിന്റെ കാര്യത്തിനല്ലേ ആൾക്കാർ. എന്താ പറയും? കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടേ. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ വന്നതാണ്. അതെയോ? എത്ര ഏക്കർ ഉണ്ട്? ഏക്കറൊന്നുമില്ല, ഒരു 27 സെന്റ് വീടുണ്ട്. 27? വെറും 27 സെന്റോ? അല്ലല്ല, അതിന് വീടുണ്ട്. 27 സെന്റ്. വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? വീടിപ്പോ ഒരു 8000-9000. പാലസല്ലേ, വീടാണ്. 1600 സ്ക്വയർ ഫീറ്റ്. അത്രേ ഉള്ളൂ. 1600? അയ്യോ, അതിലൊക്കെ ആൾക്കാർ താമസിക്കോ? അല്ല, ഈ 1600-ലൊക്കെ ആൾക്കാർ ശരി. ഇത് എവിടെയാണ് ഏകദേശം സ്ഥലം എവിടെയായിട്ട് വരും? ഇത് നമ്മൾ ഈ കല്ലുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ? കല്ലുരുട്ടിയാണ്. അയ്യോ, അത് ഒരുമാതിരി പട്ടിക്കാട് പോലത്തെ സ്ഥലമാണല്ലോ. പട്ടിക്കൂടൊന്നുമില്ല അവിടെ പട്ടിനൊന്നും വളർത്തണില്ല. അല്ല, പട്ടിക്കാട് പോലത്തെ സ്ഥലമാണ് പറയാ അവിടെ. പിന്നെ എന്താ വെച്ചാലേ അവിടെ ആരും വന്ന് താമസിക്കില്ല, അതാണ്. അല്ല, ഇനിയിപ്പോ ആരും വന്നാലും താമസിക്കാൻ സ്ഥലവും ഇല്ല. അവിടെ നിറച്ച് വീടാണ്, എല്ലാരും വീട് വെച്ച്. അതെയാ? ഇനിയിപ്പോ കൊടുക്കാനേ ഉള്ളൂ, അല്ലാണ്ട് വെക്കാൻ സ്ഥലമൊന്നും ഇല്ല. ഇതിലിപ്പോ ആരുടെയാണ് സ്ഥലം? നിങ്ങളുടെ ആണോ അതോ നമ്മുടെ? സ്ഥലം മന്മഥന്റെ. നിങ്ങളുടെയാണ്? അപ്പൊ നിങ്ങൾ പറയും. ആര് പറഞ്ഞാലും സ്ഥലം എത്ര തന്നെയാണ്. എന്താണ് ഇപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചോദിക്കണം എത്രയാണ്? അല്ല, നമുക്ക് 27 സെന്റ് സ്ഥലവും വീടും കൂടെയാണ് ഉള്ളത്. അപ്പൊ സെന്റിന് ഇപ്പൊ ഒരു അവിടെ 4 ഉറുപ്പ്യൊക്കെ വിലയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു 3.5 അങ്ങനെ വെച്ച് കിട്ടിയാലും അവിടെ കല്ലുരുട്ടിയിലോ? 4? അല്ല, അതെ, ഒരു 3 ലക്ഷം രൂപ കിട്ടിയാ മതി. അയ്യോ, അതൊന്നും കിട്ടില്ല അവിടെ. ആ വിലയൊന്നും ഇല്ല അവിടെ സ്ഥലത്തിനെ, അതാണ്. അവിടെ വന്ന അവിടെ ഉള്ളവർക്കൊക്കെ അറിയാതെ സ്ഥലത്തിന്റെ വില. ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് നോക്കട്ടെ ഏട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്പർ ഇവിടെ വെച്ചിട്ട് പോയിക്കോളി. ഫോൺ നമ്പർ അല്ലേ? നമ്പർ കൊടുക്കാം. അപ്പൊ എപ്പോഴാ വരിക ഞങ്ങള്? വരാന് നാളെ ഏതായാലും ഒഴിവില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേനെടുത്തിട്ട് അത് ചെയ്താ മൂപ്പില് നോക്കണ നേരം കൊണ്ടേ നമുക്ക് നാളെ ഒഴിവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച എനിക്ക് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് പോകണം. പിന്നെ 2 ക്ലൈന്റ് ഉണ്ട് അടുത്ത ദിവസം. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് സ്ഥലം കാണിക്കണം. പിന്നെ അയ്യോ, ഒരു കാര്യം ചെയ്യേ, നിങ്ങളൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരും, അത് നല്ലത്. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്തോളാം, നിങ്ങളൊരു 3 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാ മതി. അല്ല, അത് വേണ്ട. അല്ല, ഞങ്ങൾക്ക് ഒഴിവില്ല 3 ആഴ്ച. ഒരു കാര്യം ചെയ്യാം, ഞാന് നാളെ തന്നെ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഒഴിവായിട്ട് നിക്കാം. ഇതില് നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചോളി. ആയിക്കോട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണെങ്കിൽ വിൽക്കാനായിട്ട്. അങ്ങനെയൊന്നുമില്ല, വലിയ അത്യാവശ്യമൊന്നുമില്ല. എന്നാ പിന്നെ ഇത്തിരി സൗകര്യത്തിലേക്ക് മാറാൻ വേണ്ടിട്ടാണ്. എന്റെ പേര് കോയ. എന്നാ ശരി. അപ്പൊ നാളെ കാണാട്ടോ. ഞാൻ വർത്താനം പറയില്ല, ഇച്ച് വെറുതെ അതിന്റെ ഇടക്കൂടെ കത്തി കണ്ടു വന്നത്. ഇച്ചെന്ത് പണി കാരണം അവിടെ നമുക്ക് അത്യാവശ്യം പറയാൻ നിൽക്കേണ്ട കാര്യം. അല്ല, പെട്ടെന്ന് ഇവിടെ നിന്ന് താഴെ നിൽക്കേണ്ട കാര്യം. വണ്ടി നിർത്ത്. അയ്യോ, ഇത് സത്യം സാറാണല്ലോ. സുഗത, എന്താ സാറേ? നീ എവിടെയാണ്? ഞാന് സാറ് പറഞ്ഞില്ല മിലിറ്ററിക്കാരന്റെ വീട്, അതൊന്ന് നോക്കാൻ വന്ന. ഓക്കെ. അതേ, നമുക്കൊരു ഉഗ്രം കോൾ ഒത്തു വന്നിട്ടുണ്ട്. എവിടെ സാറേ? അത് മറ്റേ കല്ലുരുട്ടി പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ്. എന്താ പേര്? മന്മഥൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മന്മഥൻ? അയാൾക്ക് 27 സെന്റ് സ്ഥലവും അതിനകത്തൊരു വീടുണ്ട്. അതെ. അപ്പൊ അവര് ചോദിക്കണത് 3 ലക്ഷമാണ്. അയ്യോ സാറേ, അവിടെ നല്ല വിലയുള്ള സ്ഥലല്ലേ? അത് നമുക്കല്ലേ അറിയുള്ളൂ, അവർക്ക് അറിയില്ലല്ലോ. എന്താ പറയണ, ഈ നാട്ടിലുള്ളവർക്കൊക്കെ ആ വില അറിയില്ലേ? അതിലൊന്നും കാര്യമില്ല, അതൊന്നും അവർക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പിന്നെ മാത്രല്ല, അവർക്ക് അത് അത്യാവശ്യമാണ്, വിറ്റിട്ട് എത്രയും പെട്ടെന്ന് പോണം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാ, നമ്മളുടെ കളി കളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥലം നമ്മളുടെ കയ്യിലാക്കുക. ആ കാര്യം ഞാൻ ഏറ്റ്. എന്താ സംഭവം? എവിടെയാ? കല്ലുരുട്ടിയിലേ ഒരു 27 സെന്റ് സ്ഥലം ഒരു പുരയുടെ ഉണ്ട്. 3 ലക്ഷം ഉറുപ്പ്യ പറയണം സെന്റിന്. 3?
സത്യം സാർ വിളിച്ചു പറഞ്ഞ അപ്പൊ നമ്മള് പതിവ് കളി കളിക്കണം. ആദ്യം പോവോ ഞാൻ പോവോ? ഞാൻ പോവാ. എന്നിട്ട് അങ്ങനെയാണല്ലോ സാധാരണ. അപ്പൊ ഞാൻ പോയിട്ട് ഒരു 3 പറഞ്ഞു, ഞാനൊരു 2.5 പറയും. അപ്പൊ ഒരു ഒക്കുലാന്ന് പറയും. അതെ. അപ്പൊ ഞാൻ തിരിച്ചു പോരും. എന്നിട്ട് ഞാൻ പോവും. ഞാൻ പോയിട്ട് ഒരു 1.5 തരണോന്ന് ചോദിക്കും. അപ്പൊ ഒരു തരില്ലല്ലോ. അപ്പൊ ഒരു വീണ്ടും എന്നെ വിളിക്കും. 2.5 ഞങ്ങൾ ഓക്കെ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇല്ല, ആവശ്യക്കാർക്ക് വേറെ സ്ഥലവും വീടും കിട്ടി, അത് നടക്കൂല പറയും. അപ്പോഴോ? അപ്പൊ എന്നെ വിളിക്കും. നിങ്ങൾ 1.5 പറഞ്ഞേ എന്ന് പറഞ്ഞ് അവര് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ഞാൻ അവസാനം ഒരു 2 അവര് പറയുമ്പോ അതിൽ ഓക്കെ പറയും. അങ്ങനെ 2 ലക്ഷം ഉറുപ്പിക്ക്. ഒറ്റ മിനിറ്റേ, ഇനിയിപ്പോ ആദ്യം ഞാൻ ചെല്ലല്ലേ, ഞാൻ ചെന്ന് ഈ 2.5 പറയുമ്പോ ഓരായില്ലാണ്ട് ഓക്കെ ആയാലും എന്താക്കും? ഓക്കെ പറയണം. അടുത്ത മാസം ആളെ കൂട്ടിട്ട് വരാ പറഞ്ഞിട്ട് ഒറ്റ മുങ്ങല്, പതിവ് മുങ്ങല്. അപ്പൊ ഇന്ന് ഗോളെത്തിട്ടാ പോവാ. എന്താ ഗുസ്തി പഠിക്കാൻ വന്ന? എന്തേ? അല്ല എന്താ ചെയ്യണേ? അത് ഞാനേ സിമന്റിന്റെ ഗുണം നോക്കിയതാ. കയ്യിന്റെ ഗുണം ഇപ്പൊ മനസ്സിലാവും. എല്ലാം ഇഷ്ടികയാണ്. ഇഷ്ടികയാണല്ലേ? അതറിയാണ്ട്. ഇത് വീട്ടിയാണത്? അത് പൂവരശാണ്. പൂവരശ? ശരി. കൊഴപ്പുണ്ട് കേട്ടോ അല്ലേ? അല്ല, അവിടുന്ന് നേരിട്ട് വരികയെന്ന് വിചാരിച്ചേ. ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ്ങൾ അറിയില്ല. അത് നിങ്ങൾക്കുള്ള കുഴപ്പമാണ്. നോക്കിയാ മതിയായിരുന്നു. പുറത്തുകൂടെ അങ്ങോട്ട് നോക്കി നടന്നാ മതി. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യല്. നിങ്ങൾ കുത്തിരിക്കി ഇരിക്കും. അതെ, ഇനിയിപ്പോ എത്ര പയക്കം വരും ഇതിന്? ഇത് പൂവരശനാണാ? പൂവരശനല്ല, പെരക്കേ. ഇപ്പൊ പൂവരശനും പെരക്കും എല്ലാം കൂടി ഒരു 20 കൊല്ലത്തെ പഴക്കം തന്നെ. 20 കൊല്ലം പയക്കുണ്ട് അല്ലേ? നല്ല സ്ഥലമാണ്. ഏരിയ ഒക്കെ നല്ല ഏരിയ ആണ്. പറമ്പുണ്ട്, കുളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒക്കെ കണ്ട്. എത്ര എങ്ങനെ ചോദിക്കണത് ഇപ്പൊ? 3.5 മനസ്സിൽ കണ്ടത് അങ്ങനെ ആയിരുന്നു. നിങ്ങളിപ്പോ എത്ര കിട്ടണം ആഗ്രഹിക്കണം? 3 മതി. 3 രൂപ എങ്കിലും കിട്ടണം. 3 കിട്ടൂല കേട്ടോ. 3 20 കൊല്ലം പഴക്കല്ലേ വീടിന്? വീട് നോക്കണ്ട. സ്ഥലം ഇപ്പൊ നമുക്ക് 27 സെന്റ് ഉള്ളത്. അതെ അതെ. 27 സെന്റ് എന്ന് പറയുമ്പോ 2.5 ആണെങ്കിൽ ഞാൻ പിടിച്ചുതരാം. 2.5 ആണെങ്കിൽ ഞാൻ എന്തായാലും പിടിച്ചുതരാം. 3 നടക്കൂല. 2 പറഞ്ഞ 50,000 ഉറുപ്പ്യ സെന്റമ്മ വെച്ചിട്ട് കുറച്ചേ കിട്ടുള്ളൂ. അതാണ് അതിന്റെ ഇത്. 2.5 ആണെങ്കിൽ നോക്കി. 3 ആകുമ്പോ കുറച്ച് ബസ്മാണ്. അല്ല, നിങ്ങളിപ്പോ ഈ 3 എന്നുള്ളത് 2.5 ആയിട്ട് കുറച്ചല്ലോ. ആ നിലക്ക് ഇപ്പൊ നിങ്ങളെ കമ്മീഷൻ 3 എന്നുള്ളത് ഒരു 1.5% ആക്കി. അത് നടക്കൂലേ? കമ്മീഷൻ കുറയില്ല. അല്ലില്ല, കമ്മീഷൻ ഒരിക്കലും കുറയില്ല. അപ്പൊ മന്മായിട്ട് നിങ്ങള് ആലോചിച്ചൊരു തീരുമാനം പറയും. ഇവിടെ അടുത്ത് തന്നെ വേറൊരു സ്ഥലത്തിന്റെ ഒരു കാര്യം കൂടെ നോക്കാൻ. അതെ. അവൻ സാധാ ആയിക്കോട്ടെ, കാണാൻ പോന്നേ. 3% കമ്മീഷൻ മേടിക്കണ ആളാണ് ആ പോണത്. വറുത്ത മത്തി കടിച്ചു വീഴ്ച മാരത്തെ മീശ്. കമ്മീഷൻ ഒന്നും കുഴപ്പമില്ല മൂപ്പര്. അല്ല പോയേക്കാ, അയാള് പറഞ്ഞേക്കണത് വലിയ കുഴപ്പമില്ലാത്തൊരു വിലയല്ലേ? അതിപ്പോ എടുത്തോ പിടിച്ചോ നമ്മള് കൊടുത്ത മുതല് പോയാ പോയി. ഇത് നമ്മള് കൊടുത്തു കഴിഞ്ഞാ പിന്നെ അവന്റെ ഈ സാധനം പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ല ഒരു സംഗതി പറയാനും ആലോചിക്കാനും. 50,000 ഉറുപ്പ്യ വെച്ചിട്ട് വേറെ സെന്റുമ്പോ കൊറേ പറഞ്ഞ കായ് എത്ര പോയി മന്മതാ? അധ്വാനിച്ച് ഉണ്ടാക്കിയ മുതലല്ലേ? അതൊന്നും അത് ശരിയാവൂല. അത് നോക്കാ, ധൃതി കൂട്ടണ്ട. ചേട്ടാ, നിങ്ങൾ ആദ്യം അവിടെ പോയിട്ട് സ്ഥലം കാണി. അല്ലാണ്ട് എന്നെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ അവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ ആളുകളെ. കേട്ടോളേ? ശരി. ഓക്കെ. അതേതാ സ്ഥലം? അത് വേറെ ആയിട്ടില്ല. അപ്പൊ സാറേ, ഞാനവിടെ പോയി. ഞാൻ പോയിട്ട് 3 ആളെ പറഞ്ഞേ. അപ്പൊ ഒരു 3 മേലെ നിൽക്കില്ല. ഞാന് ഒരു 3 വേണം തന്നെ വാശി പിടിച്ച് ഞാൻ 2.5 ആണെങ്കിൽ പാർട്ടി ഉണ്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് ഇത് റോഡ് സൈഡാണ്, നല്ല സ്ഥലമാണ്, ഇവിടെ ഭയങ്കര വിലയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അത്ര വില കിട്ടൂല, വീട് വളരെ മോശമാണ്, വീട് 20 ദിവസം പയക്കണ്ട്. അപ്പൊ അതിലൊക്കെ പറഞ്ഞു ഞാൻ 2.5 ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിവരം അറിയിക്കാറിരിക്കണം, ആലോചിച്ചിട്ട് ഇങ്ങോട്ട് പറയാന്ന് പറഞ്ഞു. ഇനി 1 ലക്ഷം രൂപയ്ക്ക് പോയിട്ട് ചോദിക്കാൻ ഒരാളെ വിടണം. അത് നമുക്ക് നമ്മള് സുരന് വിട്ടാലോ? ഓരോ 100 രൂപ എടുത്താൽ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഒരാള് എപ്പോഴും അവിടെ വേണം. തൊട്ടയൽപക്കത്തുള്ള ആൾക്കാരെ സ്വാധീനിക്കണം. നമ്മുടെ നമ്പർ അവർക്ക് കൊടുക്കണം. എന്നിട്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും ആൾക്കാര് ആ വളപ്പിൽ വരിക കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, കച്ചവടം ചെയ്യാൻ വരികയാണെങ്കിൽ അവരോട് നമ്മളെ വിളിക്കാൻ വേണ്ടി പറയണം. അതിന് നമുക്ക് അവിടെ സുരനെ നിർത്താം. സൂര്യ വേണ്ടെന്ന് കുറച്ചുകൂടി ഭാഗത്തിലുള്ള ഒരാളെ വെക്കണം. നമ്മൾ ഞാൻ നിന്നോളാം.
അല്ല അവിടെ എന്തായാലും നമ്മുടെ ഒരു കണ്ണ് വേണം. അവിടെ നമ്മൾ ഒഴുക ആരെങ്കിലും കച്ചവടത്തിന് വന്നാൽ നമ്മളത് അറിയണം. അങ്ങനെ വേറെ ഒരാൾക്കും ഈ സ്ഥലം പോണില്ല എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ ചോദിക്കുന്ന സംഗതിക്ക് ഈ കച്ചവടം നടക്കും. അപ്പൊ ചുളിവ് വിലക്ക് നമ്മുടെ കയ്യിലിരിക്കും. അത് നേരാ. പറഞ്ഞു മനസ്സിലായോ? ഇത് വന്നതാണ്, കളഞ്ഞു കുളിക്കില്ല. അപ്പൊ ഇന്ന് മുതൽ അവിടെ ഒരു കണ്ണ് വേണം നമുക്ക്. ഒരാൾ വന്ന് അവിടെ സ്ഥലം കച്ചവടം ചെയ്യാൻ പാടില്ല.